കെവിൻ പീറ്റർ, ഇവിടെ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചതുകൊണ്ട് മുനമ്പത്തുകാർക്ക് എന്തെങ്കിലും പ്രയോജനം ലഭിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഇപ്പോൾ നോക്കൂ, ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് ഈ സമരക്കാരെയൊക്കെ ഒന്ന് സുഖിപ്പിച്ചു വെച്ചു. കൊച്ചിയിൽ മുഖ്യമന്ത്രി വന്ന സമയത്ത് സമരസമിതി നേതാക്കന്മാരുമായിട്ട് ഈ നമ്മുടെ മന്ത്രി രാജീവിൻ്റെ ആ കാർമ്മികത്വത്തിൽ ഒരു ചർച്ചയും കൂടിക്കാഴ്ചയൊക്കെ നടന്നു. അന്ന് ഇതൊക്കെ പ്രശ്നപരിഹാരം ഉണ്ടാക്കും, നിങ്ങളെ ആരെയും ഇറക്കി വിടില്ല എന്നൊക്കെ ഉറപ്പ് കൊടുത്ത മുഖ്യമന്ത്രി ഇന്ന് ഉന്നതതല യോഗം വിളിച്ചപ്പോൾ എല്ലാവരും വലിയ പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ഒരു ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ വെക്കുന്നു അതാണ് തീരുമാനം. എന്നിട്ട് 3 മന്ത്രിമാർ വാർത്താസമ്മേളനം നടത്തി പറയുകയാണ്, എന്തായാലും കരമടക്കാനുള്ള ആ ഒരു അവസരം വീണ്ടും നിങ്ങൾക്ക് ഉണ്ടാക്കും. മാത്രമല്ല, കോടതിയിലുള്ള നടപടിക്രമങ്ങൾ അതിൽ എന്താണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, ഈ മുനമ്പത്തെ ജനങ്ങളോടൊപ്പം അതിലും ഞങ്ങൾ നിലകൊള്ളും എന്ന് പറയുന്നു. പക്ഷേ ഇവിടെ ആത്യന്തികമായി ഇമ്മീഡിയറ്റ് ആയിട്ടൊരു പ്രശ്നപരിഹാരം ഉണ്ടാക്കാൻ സർക്കാർ വിചാരിച്ചാൽ നടക്കും എന്ന് നേരത്തെ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് അങ്ങനെയാണ് പറഞ്ഞത്. സർക്കാർ മനസ്സ് വെച്ചാൽ ഈ പ്രശ്നം അവസാനിപ്പിക്കാം അടുത്ത നിമിഷം തന്നെ എന്ന് പറഞ്ഞു. പ്രതിപക്ഷവും അത് തന്നെയാണ് പറഞ്ഞത്, ഇതിൽ സർക്കാരിന് തീരുമാനമെടുക്കാം, വഖഫ് ഭൂമിയല്ല എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് പോലും ഉണ്ട്. ഇപ്പോഴിതാ വീണ്ടും ഒരു കമ്മീഷനെ വെക്കുന്നു. നേരത്തെ നിസാർ കമ്മീഷനെ അച്യുതാനന്ദൻ വെച്ചു. ഇപ്പോഴിതാ പിണറായി വിജയൻ ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷനെ വെക്കുന്നു. ഇതുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമോ? ഇവിടെ ഒന്ന് അൺമ്യൂട്ട് ആക്കാമോ കെവിൻ പീറ്റർ പ്ലീസ്? ശരിക്കും മുനമ്പം ജനതയ്ക്ക് അനുകൂലമായ ഒരു തീരുമാനം ഇന്ന് ഉണ്ടാവില്ല എന്നുള്ളത് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് തന്നെയാണ്. ആ പാവങ്ങൾ ഒരുപക്ഷെ ആഗ്രഹിച്ചിട്ടുണ്ടാവും തങ്ങളുടെ പ്രശ്നങ്ങൾ ഇങ്ങോട്ട് തീരുവ. പക്ഷെ നമുക്കറിയാം, മുനമ്പം വിഷയവും വഖഫ് നിയമ ഭേദഗതിയും രണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് കേരള നിയമസഭയിൽ 140 MLA ഒന്നിച്ച് ആ ഭേദഗതിയെ എതിർത്ത് പ്രമേയം പാസാക്കിയ ആളുകൾ ഇത്തരത്തിലല്ലാതെ ഒരു തീരുമാനം ഉണ്ടാകില്ല. അപ്പൊ ഇത് ശരിക്കും സർക്കാരിന്റെയും പ്രതിപക്ഷത്തിന്റെയും വഖഫ് ബോർഡും ഈ 3 കൂട്ടരും ചേർന്ന് എടുത്തിരിക്കുന്ന ഒരു തീരുമാനപ്രകാരമുള്ള ഒരു വഞ്ചനാപരമായ നിലപാടാണ്. ഇതിനെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇപ്പൊ താങ്കൾ സൂചിപ്പിച്ചതുപോലെ വാർത്താ സമ്മേളനത്തിൽ കൊടുത്ത ആ ഒരു പ്രതീക്ഷയും കമ്മീഷനെ വെച്ചെന്ന് പറഞ്ഞുള്ള ആ ഒരു സാങ്കേതികമായ ഒരു തീരുമാനവും എല്ലാം കൂടെ കൊണ്ട് ആ പാവങ്ങളുടെ സമരം ഇപ്പോൾ അവസാനിപ്പിക്കുക, ഇത്രയും കാര്യങ്ങൾ ചെയ്തു വെച്ചുകൊണ്ട് അവരുടെ ഒപ്പം നിൽക്കുന്ന ലാറ്റിൻ രൂപതാ നേതൃത്വത്തെ കൂടെ കയ്യിലെടുത്തുകൊണ്ട് ആ സമരം പള്ളിയുടെ മുറ്റത്ത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ധർമ്മപ്രധാനമായ ലക്ഷ്യം. കാര്യം അല്ല എന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമായിരുന്നു എന്ന് പറഞ്ഞ പ്രതിപക്ഷം എന്തുകൊണ്ടാണ് ഈ തീരുമാനത്തെ എതിർക്കുക? അതിനുള്ള ചരട് വലി നടന്നു ശ്രീ കെവിൻ പീറ്റർ. കാരണം ഇന്നലെ ഞങ്ങൾ ജനസഭ സംഘടിപ്പിച്ചപ്പോൾ സമരസമിതിയുടെ ഭാഗത്ത് നിന്ന് സമരത്തിന് നേതൃത്വം നൽകുന്ന ചിലർക്ക് അതിൽ പങ്കെടുക്കാൻ വിമുഖതയുണ്ടായിരുന്നു കേട്ടോ. അത് തുറന്നു പറയുന്നു. കാരണം അവരെ സ്വാധീനിക്കാൻ ഒരു ശ്രമം നടന്നു. മാത്രമല്ല, ഇന്നിപ്പോൾ വലിയ യോഗം നടക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ജനസഭയിൽ പങ്കെടുത്ത് നിങ്ങളുടെ വികാരം പ്രകടിപ്പിക്കരുത്, നിങ്ങളുടെ അഭിപ്രായം പറയരുത്. അതുകൊണ്ട് ചിലരൊക്കെ മാറി നിന്നു. അതാണ് ഞാൻ പറഞ്ഞത്, വലിയ പ്രതീക്ഷയിലായിരുന്നു. പക്ഷെ ആ പ്രതീക്ഷ ഇന്നത്തെ യോഗത്തോടു കൂടി അവസാനിച്ചു. കാരണം ഇന്നലെ അവിടുത്തെ ആളുകളുടെ അവസാന സമയത്തുള്ള അഭിപ്രായങ്ങളും പുതുതായിട്ട് രൂപപ്പെട്ടു വന്ന സമ്പദ്വികാസങ്ങളിൽ അവരുടെ അഭിപ്രായങ്ങൾ പുറം ലോകം അറിയരുന്നതുകൊണ്ട് ഇന്നലെ ആദ്യമേ മുസ്ലിം സമുദായത്തിലെ ആ പ്രതിനിധി അദ്ദേഹം പങ്കെടുത്താൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ജനസഭയെ അവിടെ ഇന്നലെ നടത്തിക്കാതിരിക്കാനുള്ള ആദ്യത്തെ ശ്രമം, അതിനുശേഷം അതിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞിരുന്ന വ്യക്തി അവസാന നിമിഷം പിന്മാറുന്നു. ഇതെല്ലാം ഇന്നലെ അതവിടെ നടക്കാതിരിക്കാനാണ്. കാര്യം അവസാനം ഉണ്ടായ സംഭവവികാസങ്ങളിൽ അവിടുത്തെ ജനതയുടെ ശബ്ദം, അവർക്ക് പറയാനുള്ള കാര്യങ്ങളും ചോദിക്കാനുള്ള കാര്യങ്ങളും കേരള പൊതുസമൂഹം അറിയരുതെന്നുള്ളത് കൊണ്ടാണ് ഇന്നലെ ജനസഭ തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായത്. അപ്പൊ അത് ഇതിന്റെ മുന്നോടി തന്നെയാണ്. കാരണം ഇവരെല്ലാവരും ചേർന്ന് ഈ തീരുമാനം എടുത്തിരിക്കുകയാണ് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അതിലെ രൂപതാ നേതൃത്വവും പങ്കാളിയായെന്ന് വേണം സംശയിക്കാനായിട്ട്. വഖഫ് ബോർഡും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മുസ്ലിം ലീഗും എല്ലാവരും ചേർന്ന് എടുത്തുകൊണ്ടുള്ള തീരുമാനമാണ് ഇത്. കാരണം അവർക്ക് ആവശ്യത്തിന് സമയം കൊടുക്കുക. ഇവരൊരു പ്രതീക്ഷയാണ്, വഖഫ് നിയമ ഭേദഗതി പിൻവലിക്കുമോ, ഇനി പാസ്സാവില്ലയോ, ഇനി അങ്ങനെ പാസ്സാവില്ല എങ്കിൽ അതുവരെ നീട്ടിക്കൊണ്ടുപോകാം, അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാനുള്ള അവസരം കിട്ടും, സമയം കിട്ടും, എല്ലാം കിട്ടും. ഇനി അഥവാ പാസ്സാകുകയാണെന്നുണ്ടെങ്കിൽ മുൻകാല പ്രാബല്യത്തോട് കൂടി ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുകയും ചെയ്യുമ്പോൾ
സർക്കാരിന് അതിനകത്തൊന്ന് തടിയൂരാം. അപ്പൊ അതുതന്നെയാണ് ഭരണകൂടത്തിനും പ്രതിപക്ഷത്തിനും ഈ വിഷയത്തിൽ മുനമ്പം ജനതയോട് യാതൊരുവിധ ആത്മാർത്ഥതയും ഇല്ല എന്നാണ് ഇന്നുണ്ടായിരിക്കുന്ന തീരുമാനത്തിൽ കാണിക്കുന്നത്. നമുക്കറിയാം എന്തുമാത്രം കമ്മീഷനുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി തന്നെ ജസ്റ്റിസ് JB കോശി കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷൻ നിയമിച്ചില്ലേ? ആ കമ്മീഷന് ഇരിക്കാൻ ഒരു മേശയും കസേരയും ഒരു കമ്പ്യൂട്ടറും കൊടുത്തത് 11 മാസം കഴിഞ്ഞിട്ടാണ്. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടാണ് അതിന്റെ പ്രവർത്തനം തുടങ്ങി. ഇപ്പോഴും അതിന്റെ ആ റിപ്പോർട്ട് പുറത്തു വിടാനോ അതിൽ എന്തെങ്കിലും നടപടി എടുക്കാനോ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ലോക്സഭയിൽ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ എന്ത് നടപടി ഉണ്ടായി? അത് ഇപ്പൊ നമ്മുടെ ഒന്നും ഉണ്ടാവത്തില്ല. നമ്മുടെ മുമ്പിലുള്ളതല്ലേ? ഇവിടുത്തെ കമ്മീഷനൊക്കെ എന്ത് വിലയാണെന്നുള്ളതെന്ന് ഒരു വിലയില്ല. അതിന് ഈ കാലങ്ങളോളം നീണ്ടുപോകും. പിന്നെ സമയം നീട്ടി ചോദിക്കും, അതിന്റെ കണ്ടെത്തലുകൾ വരും, അതിനെ പഠിക്കാൻ വേറൊരു കമ്മീഷനെ വെക്കും. അപ്പോൾ ഇപ്പൊ പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആ പാവങ്ങൾക്ക് ഒരു പ്രതീക്ഷ കൊടുത്തുകൊണ്ട് ആ സമരം പിൻവലിപ്പിക്കുക, അവരെ വീണ്ടും വീടുകളിലേക്ക് മടക്കി അയക്കുക, പിന്നെ പേരിന് കരം മേടിച്ച് ഇവിടെ ദാരിദ്ര്യത്തിൽ ഇരിക്കുന്ന സർക്കാരാണല്ലോ ഇവിടെ ഉള്ളത്. എങ്ങനെയെങ്കിലും പോരട്ടെ തൂമ്പാക്കയുടെ സൈസ് ആണല്ലോ നമ്മുടെ സർക്കാർ എന്ന് പറയുന്നത്. അപ്പൊ ആ പാവങ്ങളുടെ കരം മേടിച്ച് അതിനകത്ത് ഇടുക. എന്നാൽ അതേസമയം ഈ കമ്മീഷന്റെ കണ്ടെത്തലുകൾ വരുന്നത് വരെ അവരുടെ മറ്റവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ സർക്കാർ തയ്യാറാകുമോ? അതിനു വേണ്ടിയിട്ട് വഖഫ് ബോർഡിന് ആവശ്യപ്പെട്ടോ? ഇല്ലല്ലോ. ഇതിൽ ഈ തീരുമാനത്തിൽ എന്തെങ്കിലും ഒരു എതിർപ്പ് ഇവിടുത്തെ പ്രതിപക്ഷം രേഖപ്പെടുത്തിയോ? കോൺഗ്രസ് രേഖപ്പെടുത്തി? ഇല്ല. കുഞ്ഞാലിക്കുട്ടി വന്ന് പറയും നിങ്ങൾ ഇത് ഇറങ്ങേണ്ടി വരില്ല, ഇത് വഖഫ് ഭൂമി അല്ല എന്ന് പറയുമ്പോഴും കുഞ്ഞാലിക്കുട്ടിയുടെ പാർട്ടിയുടെ മറ്റാൾക്കാർ പറയുന്നത് വഖഫ് ഭൂമി തന്നെയാണെന്നാണ് പറയുന്നത്. ഇന്നലെ അവിടെ ജനസഭയിൽ സംസാരിച്ച ആളുടെ ഇരട്ടത്താപ്പ് നമ്മൾ ഇന്നലെ ശങ്കുറ്റിദാസ് ചൂണ്ടിക്കാണിച്ചതാണ്. നിങ്ങൾക്കൊപ്പമാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ വ്യക്തി തന്നെയാണ് ഇവരെ ഇറക്കാൻ വേണ്ടിയിട്ട് ഇതിനു വേണ്ടിയിട്ട് മുൻകൈ എടുത്തതെന്നും ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന വാർത്തയെ ചൂണ്ടിക്കാണിച്ച് ശങ്കുറ്റിദാസ് ഇന്നലെ പറയുകയുണ്ടായി. സത്യമല്ലേ? അവിടുത്തെ മഹല്ല് കമ്മിറ്റികളുടെ കോർഡിനേഷൻ വഖഫ് ബോർഡിന്റെ നിലപാടിനാണ് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്, സമസ്ത പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിനാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ പാവങ്ങളെ വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് ഇവിടുത്തെ ഭരണ പ്രതിപക്ഷങ്ങളും വഖഫ് ബോർഡും ചേർന്ന് ഇവരെല്ലാവരും ചേർന്ന് മുൻപെടുത്തൊരു തീരുമാനം പാലക്കാട് ഇലക്ഷൻ കൂടെ കഴിയാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. തീർച്ചയായും. അല്ലാതെ മറ്റൊന്നുമില്ല. ഇതിനെക്കുറിച്ച് പഠിക്കും, ഞങ്ങൾ ഒരു കമ്മീഷൻ വെക്കാൻ പോകണം, ഞങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കട്ടെ എന്ന് പറയാൻ ഇത്രയും ദിവസം നീട്ടിക്കൊണ്ടുപോകേണ്ട ആവശ്യം ഈ ഇലക്ഷന് മുമ്പ് എത്രയോ ആഴ്ചകൾക്ക് മുമ്പ് ചെയ്യാമായിരുന്നു. ഈ 10-35 ദിവസം ആ പാവങ്ങളെ അവിടെ കടലിൽ പോകാതെ തൊഴിലിന് പോകാതെ അവിടെ നിരാഹാരം ഇരുത്തേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഇത് നേരത്തെ പറഞ്ഞാൽ പോരായിരുന്നു. അപ്പോൾ ഇനി ഒരു ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് ആ പാവങ്ങളുടെ മുന്നിലുള്ളത് ശാശ്വതമായ ഒരു പരിഹാരം അവർക്ക് കിട്ടാൻ പോകുന്ന ഏക സഹായം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ പോകുന്ന ശീതകാല സമ്മേളനത്തിൽ കൊണ്ടുവരാൻ പോകുന്ന വഖഫ് നിയമ ഭേദഗതിയിലൂടെ മാത്രമേ ഉള്ളൂ. APCയുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. കരടാണ് ആദ്യം അവതരിപ്പിച്ചത്. അവിടെ വരുന്ന അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ടുള്ള കുറച്ചുകൂടെ ശക്തമായ നിയമങ്ങളായിരിക്കും വരിക നമുക്ക് പ്രത്യാശിക്കാം. അതിലൂടെ മാത്രമല്ലാതെ മുനമ്പം ജനതയ്ക്ക് ഈ കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും അവരുടെ അവരുടെ ഘടകകക്ഷികളുടെയും ഭാഗത്തു നിന്ന് ഒരുവിധ ആനുകൂല്യവും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. കാര്യം ഈ കേരളത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരായ ഒരു നിലപാട് ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് മുനമ്പൻ ജനതയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കൊപ്പം ആര് നിൽക്കുന്നുവോ, നിങ്ങളുടെ ശബ്ദം ആര് ശ്രമിക്കാൻ കേൾക്കുന്നുവോ, നിങ്ങളുടെ പ്രശ്നത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആര് ശബ്ദിക്കുന്നുവോ അവർക്കൊപ്പം നിലകൊള്ളാൻ നിങ്ങൾ തീരുമാനമെടുക്കണം. നിങ്ങൾ വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ നിങ്ങൾ പൂർണ്ണമായും പിന്തുണയ്ക്കണം. അല്ലാതെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങളുടെ പിന്നിൽ നിന്ന് കുത്താൻ ശ്രമിക്കുന്നവർ ആരായാലും അവരെ തള്ളിക്കളയുവാൻ നിങ്ങൾ തയ്യാറാവും. ഓക്കെ താങ്കൾ തുറന്നു പറഞ്ഞിരിക്കുന്നു. യെസ്.